ഇപ്പോൾ ഏറെക്കുറെ പൊളിഞ്ഞ് അവസാനം അതൊരു ബൂമറാങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡീൽ അവനാൻ്റെ നേരെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡീലുകളും ഇപ്പോൾ ഓരോ ദിവസം തോന്നുന്നതും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. 2024 ഡിസംബർ 17 പഴയ ബോർഡിൻ്റെ കാലാവധി കഴിയുന്നത്. 2024 ഡിസംബർ 17 അതിന് 2024 ഒക്ടോബർ മാസത്തിൽ തന്നെ പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ശുപാർശ ബോർഡിൽ നിന്ന് പോവുകയും ഗവൺമെൻറ് അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കുകയും ചെയ്തു. അങ്ങനെ 2024 ഡിസംബർ 17 തന്നെ പുതിയ ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ പ്രതീക്ഷിച്ച് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്ന സമയം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണേ. 2024 നവംബർ മാസം അഥവാ നവംബർ മാസം 28 കേരള ഹൈക്കോടതിയിൽ ഒരു ലീഗുകാരൻ തന്നെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹി അഡ്വക്കേറ്റ് സജൽ കേരള ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം, റിട്ട് ഫയൽ ചെയ്യണം. അതൊരു വൺ മിസ്റ്റർ നിഷാദിന് വേണ്ടി ഫയൽ ചെയ്യുന്നത് പോലെയാണ്. ഒറ്റപ്പാലം ആ കേസിൽ സജൽ അതിൻ്റെ വരികൾക്കിടയിലൂടെ സർക്കാർ കോടതിയോട് ആവശ്യപ്പെടുകയാണ് ഈ ബോർഡിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കണം എന്ന്. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഒരു കാര്യം അറിയാതെ ഇങ്ങനെ വെളിച്ചപ്പെട്ട് നടക്കുന്ന ലീഗ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ മന്ത്രി അങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. എന്നാലും അദ്ദേഹം പഠിച്ച് പറയണ്ടേ എന്താണ് നീട്ടാനുള്ള കാരണം. മുസ്ലിം ലീഗാണ് പോയത്. 2024 നവംബർ മാസം 28 മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായ അഡ്വക്കേറ്റ് സജൽ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് അതിൽ ആവശ്യപ്പെടുന്നു നിലവിലുള്ള ബോർഡിന്റെ കാലാവധി നീട്ടണം. ആർക്ക് വേണ്ടിയാന്നൊക്കെ പിന്നെ നിങ്ങൾ ഊഹിച്ചോളൂ. അതിൽ ഏതൊക്കെയാണ് ലീഗ് മെമ്പർമാരുണ്ടാവുക? അത് പുതിയ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലീഗ് മെമ്പർമാരുണ്ടാവില്ലല്ലോ. ആ ലീഗ് മെമ്പർമാർ ആരൊക്കെയാണെന്നുണ്ടായിരുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ ഒരു നാടകം ഹൈക്കോടതിയിൽ അരങ്ങേറിയത്, എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇവിടെ എത്താവും. എന്തായിരുന്നാലും കോടതി അന്ന് നിലവിലുള്ള ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ്. മറ്റൊരു ഉത്തരവ് വരേക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് എന്ന് സർക്കാരിനോട് പറയുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റ്? കഴിഞ്ഞില്ല. 2024 നവംബർ 28 ഈ സംഭവം. 2025 അത് കഴിഞ്ഞ് നിങ്ങൾ പഴയ ബോർഡ് നീങ്ങി പോണ്. 2025 ഏപ്രിൽ മാസം 8 പാർലമെന്റിൽ പഴയ ബില്ല് പാസ്സായി, പുതിയ ബില്ല് പാസ്സായി. പിന്നെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഹൈക്കോടതിയിൽ തിരുത്താൻ സമയമുണ്ടായിരുന്നില്ല. 2024 നവംബറിൽ ഈ ഓർഡർ പാസ്സാക്കി 28 പാസ്സാക്കിയതിനു ശേഷം വെക്കേഷന് കോടതി പിരിഞ്ഞു. കോടതി വെക്കേഷന് പിരിഞ്ഞു. എന്നിട്ട് ഡേറ്റ് വെച്ചു 5/2 ഈ കേസ് മാറ്റിവെച്ചു. 5/2/26 ഈ കേസ് മാറ്റിവെച്ചു. അങ്ങനെയാണ് കോടതി അത് പിരിയുന്നത്. ഇനി അത് കഴിഞ്ഞു 19/12 ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴയ ബോർഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് 5-ാം തീയതിയാണല്ലോ വരുന്നത്. ഫെബ്രുവരി മാസം 5-ാം തീയതിക്കാണ് കേസ് കോടതിയിലേക്ക് അടുത്ത പോസ്റ്റിംഗ് വെച്ചിട്ടുള്ളത്. അതുവരെയൊക്കെ ഒന്നും ചെയ്യാൻ നിവൃത്തില്ലല്ലോ, ഹൈക്കോടതി ഉത്തരവാണ്. ഇതിലിടക്ക് 19/12/25 ഒരാൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL കോടതിയെ സമീപിക്കുന്നു. എന്നിട്ട് കോടതിയോട് പറയുന്നു വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കണം, സ്റ്റേ നീക്കണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് 19/12/2025 കോടതി ഡയറക്ഷൻ കൊടുക്കുന്നു. ആ ബില്ലിൽ ഡയറക്ഷൻ കൊടുക്കുന്നു, വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാം ഡയറക്ഷൻ കൊടുക്കുന്നു. ഉടനെ തന്നെ ഈ കേസ് 5-ാം തീയതിക്ക് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. 5-ാം തീയതിക്ക് കേസ് മാറ്റി വെക്കുമ്പോഴേക്ക് അതിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കണം എന്ന് കോടതി കർശനമായ നിയന്ത്രണം തന്നു. അപ്പോൾ ഒരു ദിവസം മുമ്പ് 4/2/26 പുതിയ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 5-ാം തീയതി കോടതിയിലേക്ക് കേസ് വെക്കുന്നു. 5-ാം തീയതി കോടതി എത്തുന്നതിന് മുമ്പ് 4-ാം തീയതി ആ കോടതിയുടെ ഡയറക്ഷൻ പാലിച്ചുകൊണ്ട് ഗവൺമെന്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എവിടെയാണ് ഇതിലൊരു അപാകതയുള്ളത്? ഒന്നും പഠിക്കില്ല. ഇത് ലീഗിന്റെ സെക്രട്ടറി പഠിക്കൂല, മന്ത്രിമാരും പഠിക്കൂല, മുഖ്യമന്ത്രി പഠിക്കൂല. എന്ത് ചെയ്യാൻ പറ്റും?
വിഷയം ഒന്ന് പഠിച്ച് പറയണമെങ്കിൽ എല്ലാം പറഞ്ഞൊക്കെ കോളായി ചളായി എല്ലാം അബദ്ധമായി. ഇനിയെങ്കിലും ഒന്ന് പഠിച്ച് വിഷയം പറഞ്ഞൂടെ?